എന്ത് വെറുതെ കാണിച്ചാലും ഞാൻ അവരെ അടിക്കാറില്ല. ഒരു ഉമ്മയാണ് സംസാരിക്കുന്നത്, പക്ഷേ വഴക്ക് പറയാറുണ്ട്. പക്ഷേ മക്കളെ അടിക്കാത്ത ഒരു സ്വഭാവത്തിൽ മാതാപിതാക്കൾക്ക് പ്രശ്നമുണ്ട്. അത് സ്വാഭാവികമായിരിക്കും. അവരുടെ അടിക്കാത്തതിന് എന്ത് ചെയ്യുന്നു, ഈ ഉമ്മയെ ചീത്ത പറയുന്ന, അടി കിട്ടാത്ത കുഴപ്പമാണെന്ന് കുട്ടികളുടെ മുമ്പിൽ തന്നെ പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് എന്നാണ്. അപ്പോൾ ഇത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ അത് ഞാൻ വീണ്ടും അവരെ അടിക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യമുണ്ട്. ഒരു വലിയ വലിയ വികൃതിയൊന്നുമില്ല, കുട്ടികൾ തമ്മിൽ നല്ല സ്നേഹമൊക്കെയാണ്. പക്ഷേ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന സാധാരണ വികൃതികൾ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഉമ്മാർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ തന്നെ വന്ന് സ്നേഹത്തിൽ പരിചരിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല കുട്ടികളാണ്. പക്ഷേ ഈ പ്രശ്നം കാരണത്താൽ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. കുട്ടികളെ അടിക്കുന്നതിൻ്റെ ഒരു പ്രായം ശരിക്കും 10 വയസ്സല്ലേ? അതിൻ്റെ മുമ്പ് ഉള്ള കുട്ടികളെ അടിക്കേണ്ട സാഹചര്യം ഉണ്ടോ? കുട്ടികൾ അതിൻ്റെ താഴെയുള്ള വയസ്സുള്ള കുട്ടികളായിരിക്കുമെന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ ഈ കുട്ടികളെ അടിക്കണത് മാത്രം പൊതുവായിട്ടിരിക്കുക, ഇന്ന ദിമാക്കും വാമ്പാലക്കും വാറാലക്കും നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ശരീരം അതൊക്കെ ഏറെ പരിശുദ്ധമാണ്, പവിത്രമാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ. അതിനർത്ഥം നമുക്കൊരാളെ ദ്രോഹിക്കാനോ ചീത്ത പറയാനോ, ആരാവട്ടെ, മകനോ മകളോ അയൽവാസിയോ ആരാവട്ടെ, ആർക്കും ആരെയും ഉപദ്രവിക്കാനും ദ്രോഹിക്കുവാനുമുള്ള യാതൊരു നിലക്കും അവകാശമില്ല. ഒരു കുട്ടിക്കൊരു അടി കിട്ടുമ്പോൾ അവൻ്റെ മനസ്സും വേദനിക്കും, ശരീരവും വേദനിക്കും. കാരണം അവൻ അപമാനിതനാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികളെ അടിക്കാനൊന്നും ഒരു വകുപ്പില്ല. പിന്നെ ഈ 10 വയസ്സായ കുട്ടികളെ നിസ്കരിക്കണില്ലെങ്കിൽ അടിക്കാമെന്ന് പറയുന്നുണ്ടല്ലോ, അത് നമസ്കാരത്തിൻ്റെ ഒരു ഗൗരവത്തെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതോടൊപ്പം നമസ്കാരം എന്ന ഒരു ശ്രേഷ്ഠമായ ഒരു കർമ്മം 10 വയസ്സായിട്ടും ശീലമാകണില്ലെങ്കിൽ ഒന്ന് ഭയപ്പെടുത്താൻ പറ്റുമെങ്കിൽ ആവട്ടെ എന്ന് പറയണുള്ളൂ. ഇനിയിപ്പോൾ സാധാരണ നമ്മൾ ഫിഖിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കുട്ടിയെ നമ്മൾ അടിക്കുകയാണെങ്കിൽ അടിക്ക് ചില നിബന്ധനകൾ പറയുന്നുണ്ട്. ഹദീസ് തന്നെ വന്നിട്ടുണ്ട്, നമുക്ക് എത്ര പ്രാവശ്യം അടിക്കാം അതിൻ്റെ എണ്ണം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ദേഷ്യം ഉണ്ടാകുമ്പോൾ അടിക്കാൻ പറ്റില്ല. നമ്മൾ ദേഷ്യം ഉണ്ടാകുമ്പോൾ അടിക്കാൻ പറ്റില്ല. ഈ അടിയൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് അടിക്കാൻ പറ്റില്ല. അതേപോലെ മുഖത്തടിക്കാൻ പറ്റില്ല. ഏറ്റവും അധികം കുട്ടികൾക്ക് വേദനയും അസ്വസ്ഥത ഉണ്ടാക്കുന്ന മർമ്മസ്ഥാനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തല്ലാൻ പറ്റില്ല. അപ്പോൾ ഈ നിബന്ധനകളൊക്കെ പാലിച്ചിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടിക്കണമെങ്കിൽ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് നമ്മളൊരു ശിക്ഷയാണ് നൽകുന്നതെങ്കിൽ അയാളെ നമ്മൾ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടാൻ നീ അർഹനാണ് എന്ന് ബോധ്യപ്പെടുത്തണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, അത് ശിക്ഷയാവുള്ളൂ. അല്ലെങ്കിൽ ഒരു നിരപരാധിയായ ഞാൻ ആക്രമിക്കപ്പെട്ടു എന്നല്ലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, കുട്ടികളെ അടിക്കുക എന്നുള്ളത് ഒരു പരിഹാരമേ അല്ല. ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഒരു അടി വീണു, അടി കിട്ടും എന്നുള്ളൊരു പേടി കുട്ടിയിൽ നിലനിൽക്കുന്നതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് എപ്പോഴെപ്പോഴും അടിക്കുമ്പോൾ എന്തില്ല, അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാവില്ല. ഇതിപ്പോൾ എന്തായാലും അടി കിട്ടും എന്ന നിലക്ക് എന്ത് ചെയ്യും, അടി ഒരു വിഷയമല്ലാതായി മാറും.